അനേകം ജീവജാലങ്ങളാൽ സമ്പന്നമാണ് നമ്മുടെ ലോകം. വ്യത്യസ്തമാർന്ന കൗതുകമുണർത്തുന്ന അനേക ലക്ഷം ജീവികളിൽ പ്രകൃതിയുടെ സകല സ്റ്റീരിയോ ടൈപ്പുകളും പൊളിച്ചെഴുതിയ ജീവിവർഗമാണ് കടൽക്കുതിര. പ്രസവിക്കുന്ന പുരുഷൻ എന്ന പ്രത്യേകതയാണ് കടൽക്കുതിരകളെ വ്യത്യസ്തരാക്കുന്നത്. കരയിലെ നമുക്ക് പരിചിതമായ പല ജീവികളോടും രൂപസാദൃശ്യമുണ്ട് ആളിന്. കുതിരയുടെ മുഖം, കുരങ്ങിൻ്റെ വാൽ, വണ്ടിൻ്റെ പുറന്തോട്, ഓന്തിൻ്റെ ഉണ്ടക്കണ്ണുകൾ, കങ്കാരുവിൻ്റെ ഉദരസഞ്ചി എന്നിങ്ങനെ കരയിലെ ജീവികളുടെ ചില പ്രത്യേകതകൾ കടം വാങ്ങി കടലിൽ വിലസി നടക്കുന്ന വിസ്മയ ജീവി. സിഗ്നാത്തിഡേ എന്ന കുടുംബത്തിൽപ്പെട്ട ഒരു മത്സ്യമാണ് യഥാർത്ഥത്തിൽ കടൽക്കുതിര. ഹിപ്പോകാമ്പസ് എന്ന ജനുസാണ് ഇവയുടേത്. ഹിപ്പോ എന്നാൽ ഗ്രീക്കിൽ കുതിര, ക്യാമ്പസ് എന്നാൽ വൻ ജലജന്തുവെന്നും അർത്ഥം. ഏകദേശം 50 സ്പീഷീസ് കടൽക്കുതിരകളെയാണ് ഭൂഗോളത്തിൽ മനുഷ്യൻ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. അതിലുമേറെ കടലാഴങ്ങളിൽ ഒളിച്ചിരിപ്പുണ്ടാവുമെന്ന് സാരം. ലോകത്തെമ്പാടുമുള്ള ആഴം കുറഞ്ഞ ഉഷ്ണമേഖല, മിത ശീതോഷ്ണ മേഖലകളിലാണ് ഇവ കാണപ്പെടുന്നത്. ഏതാണ്ട് 16 മുതൽ 35 സെന്റിമീറ്റർ വരെ മാത്രം വലിപ്പം വയ്ക്കുന്ന ഈ ഇത്തിരി കുഞ്ഞൻ വ്യത്യസ്തനാകുന്നത് അവയുടെ പ്രത്യുൽപാദന രീതി കൊണ്ട് കൂടിയാണ്. പുരുഷബീജത്തെ ഏറ്റുവാങ്ങി ഗർഭപാത്രത്തിൽ ഭ്രൂണത്തെ വഹിച്ച് കുഞ്ഞുങ്ങളെ നൊന്തു പ്രസവിക്കാനൊന്നും കടൽക്കുതിരകളിലെ പെണ്ണുങ്ങൾ മെനക്കെടാറില്ല. അതെല്ലാം കൂട്ടത്തിലെ പുരുഷ കേസരികളുടെ ജോലിയാണ്. പരമ്പരാഗത ലൈംഗികതാ സങ്കല്പങ്ങളെ കടലാഴങ്ങളിൽ പൊളിച്ചെഴുതുന്ന ഇവയുടെ പ്രസവവും കൗതുകമുണർത്തുന്നതാണ്. ശുക്ലം ഉൽപ്പാദിപ്പിക്കുന്ന പരമ്പരാഗതമായി നാം പുരുഷൻ എന്ന വിളിപ്പേര് നൽകിയ കൂട്ടരാണ് കടൽക്കുതിരകളിൽ ഗർഭം ധരിക്കുന്നത്. പ്രീഡോൺ ഡാൻസ് എന്നറിയപ്പെടുന്ന ഘട്ടം ഘട്ടമായുള്ള പ്രണയസല്ലാപത്തിലൂടെയാണ് കടൽക്കുതിരകൾ പ്രത്യുൽപാദനത്തിലേക്ക് കടക്കുന്നത്. ലൈംഗിക ബന്ധത്തിൻ്റെ അവസാനം പെൺകടൽ കുതിരകൾ ആൺകടൽ കുതിരകളുടെ വയറ്റിലെ സഞ്ചി പോലുള്ള ഭാഗത്തേക്ക് തങ്ങളുടെ ബീജസങ്കലനം പൂർത്തിയായ മുട്ടകൾ നിക്ഷേപിക്കും. ബ്രൂഡ് പൗച്ച് എന്നാണ് ശാസ്ത്രലോകത്ത് ഈ സഞ്ചി അറിയപ്പെടുന്നത്. ഇതോടുകൂടി പെൺകടൽ കുതിരകളുടെ സകല ഉത്തരവാദിത്വവും തീരും. പിന്നെ ഗർഭകാലവും പ്രസവവുമൊക്കെ അച്ഛന്മാരുടെ ജോലിയാണ്. ഇങ്ങനെയൊക്കെ കഷ്ടപ്പാടുണ്ടെങ്കിലും ജീവിതകാലം മുഴുവൻ ഏകപത്നി വ്രതക്കാരാണ് കടൽക്കുതിരകൾ. പെൺകുതിരകൾക്കും അങ്ങനെ തന്നെ. ജീവിതകാലത്ത് കൂട്ടിന് ഒറ്റ പുരുഷൻ മാത്രം. പെൺകുതിരകളും അങ്ങനെ തന്നെ. ജീവിതകാലത്ത് കൂട്ടിന് ഒറ്റ പുരുഷൻ മാത്രം. ഇങ്ങനെ പെൺകടൽ കുതിരകൾ നിക്ഷേപിക്കപ്പെടുന്ന മുട്ടകൾ ഏകദേശം ഒരാഴ്ച മുതൽ 24 ദിവസം നീണ്ട ഗർഭകാലത്തിന് ശേഷം പുറത്തേക്ക് വിടും. ബ്രൂഡ് പൗച്ചിലെ അറ്റം തുറന്നാണ് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പുറത്തേക്ക് വിടുന്നത്. ഒറ്റപ്രസവത്തിൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്കാണ് കടൽക്കുതിരകൾ ജന്മം നൽകുന്നത്. കുഞ്ഞുങ്ങളുടെ അസ്ഥികൂടവും അവയുടെ ത്വക്കിൻ്റെ തൊട്ടു താഴെയായി കാണപ്പെടുന്ന കുഞ്ഞു കുഞ്ഞ് അസ്ഥിവലയങ്ങളുമൊക്കെ രൂപപ്പെടുത്താൻ വേണ്ട കാൽസ്യവും ഫാറ്റുമൊക്കെ നൽകുന്നത് അച്ഛന്മാരാണ്. ഭ്രൂണം ഉൽപ്പാദിപ്പിക്കുന്ന കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ തുടങ്ങിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സഹായിക്കുന്ന ജീനുകളും ആൺകടൽ കുതിരകൾ മക്കൾക്കു നൽകും. ഒപ്പം ഈ ഭ്രൂണങ്ങളെ അണുബാധ ഏൽക്കാതെ കാത്തു സൂക്ഷിക്കുന്നതും അവയ്ക്കു വേണ്ട ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ തന്മാത്രകൾ നൽകുന്നതും നമ്മുടെ സൂപ്പർ ഡാഡി തന്നെ. ഗർഭം ധരിച്ച് ഒരാഴ്ചക്കകം ഭ്രൂണങ്ങൾ അനങ്ങി തുടങ്ങും. അവയ്ക്ക് വലിപ്പമേറുന്നതോടെ അച്ഛന്മാരുടെ വയറും വീർത്തു വീർത്തു വരും. ഈ കാലയളവിൽ കടൽക്കുതിരകളിൽ ഈസ്ട്രജൻ ഹോർമോൺ കാര്യമായ അളവിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇതാണ് പ്രസവത്തിനായി അവയുടെ ശരീരത്തെ പാകപ്പെടുത്തുന്നത്. മനുഷ്യർക്കുള്ള പോലെ തന്നെ ഒരു പ്ലാസൻഡ എന്ന ഭാഗം ഗർഭപാത്രത്തിനുള്ളിൽ ഭ്രൂണത്തിനു വേണ്ട ഓക്സിജൻ നൽകും. പ്രസവത്തോടെ അച്ഛൻ്റെയും ജോലി കഴിഞ്ഞു. പിറന്നു വീഴുന്ന നിമിഷം മുതൽ കുഞ്ഞുങ്ങൾ സ്വന്തം കാര്യം നോക്കിക്കോണം. സ്വന്തം തീറ്റ തേടാനും ടെറിട്ടറി ഉണ്ടാക്കാനും കുടുംബത്തിൻ്റെ സഹായം ഇവയ്ക്ക് ലഭിക്കാറില്ല. അതുമാത്രമല്ല, ഇവൻ മത്സ്യങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടതാണെങ്കിലും നല്ല നീന്തൽക്കാരുമല്ല. കടൽ ജീവികൾക്ക് പേരുദോഷമുണ്ടാക്കുന്ന രീതിയിൽ ആടിക്കുഴഞ്ഞ് പതുക്കെയാണ് ഇവ നീന്താറുള്ളത്. 1 മണിക്കൂറിൽ
1.5 മീറ്റർ മാത്രമേ നീന്താനൊക്കൂ. കൂടാതെ നിരന്തരം ഭക്ഷണം കഴിച്ചാലേ ഇവയ്ക്ക് ജീവിക്കാനും കഴിയൂ. കടൽ പായലാണ് പ്രധാന ഭക്ഷണം. കൂടാതെ ചെറുജീവികളെ പതിയിരുന്ന് ആക്രമിച്ച് ശാപ്പിടുകയും ചെയ്യും. അനന്തം, അജ്ഞാതം, അവർണ്ണനീയമെന്ന് ഈ ഭൂലോകത്തെപ്പറ്റി കവികൾ വർണ്ണിച്ചത് വെറുതെയല്ല. എത്രത്തോളം വ്യത്യസ്തമായ ജീവജാലങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ആ വ്യത്യസ്തതയിലെ ഒരു പ്രധാനിയാണ് നമ്മുടെ കടൽക്കുതിര.